ഈ ദുരന്തമുഖം മുതലെടുക്കുന്ന ചില കഴുകന്മാരെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യൻ നേടിയതും അല്ലാത്തതുമായി എല്ലാം ഇല്ലാതാകാൻ ഒരു നിമിഷം മാത്രം മതി എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യനാൽ സാധ്യമായ എല്ലാം ചെയ്തു, തന്നാൽ കഴിയുന്ന വിധം പ്രയത്നിച്ചു, സഹായങ്ങൾ ചെയ്തും അവിടെയുള്ളവരെ ജീവിതത്തിലേക്ക് കരപിടിച്ച് ഉയർത്താനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു പല രീതിയിൽ. ആ വലിയ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് സുമനസ്സുകളുടെ സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുന്നവരെ ചൂഷണം ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ ഇന്ന്, അങ്ങനത്തെ കുറച്ച് ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അറിയാതെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. തട്ടിപ്പുകള് പലതരത്തിലാണ്. സംഘങ്ങൾ ചേർന്നായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പുകളായിട്ടും ലിങ്കുകളായിട്ടും ഒക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ ദുരന്ത സ്ഥലത്തെ ചിത്രങ്ങൾ ഒക്കെ ഒപ്പിയെടുത്തിട്ട് അത് വെച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്ന ആളുകളുണ്ട്. ഇത്തരക്കാരൻ ലക്ഷ്യമിടുന്നത് കൂടുതൽ ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളെയാണ്. കാരണം ചെറുപ്പക്കാരുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഓൺലൈൻ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട പരിജ്ഞാനം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു ദുരന്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം പറ്റിക്കലൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങുമോ എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഈ ചിന്തയെ കൂടി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരം ഗ്രൂപ്പുകൾ തട്ടിപ്പിനായിട്ട് ഇറങ്ങുന്നത്. മനുഷ്യത്വമുള്ള ആളുകൾ ആരും ഇങ്ങനെ ചിന്തിക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാലും ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് മുന്നിൽ വരുന്ന ഒരു അവസരവും അവർ പാഴാക്കാറില്ല. ഏതെങ്കിലും സംഘടനയുടെ പേരിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക സന്ദേശം എന്ന് തോന്നുന്ന തരത്തിലോ ഒക്കെ ആകാം ഇത്തരമുള്ള തട്ടിപ്പുകൾ നമ്മളുടെ മുമ്പിൽ എത്തപ്പെടുന്നത്. പലപ്പോഴും അവർ പണം നേരിട്ട് ആവശ്യപ്പെടുകയില്ല. അതിന് പകരം ആവശ്യ സാധനങ്ങൾക്കുള്ള ധനസഹായം, അതിനു വേണ്ടിയിട്ട് ഈ QR കോഡ് നിങ്ങൾ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറോ മറ്റോ കാര്യങ്ങളൊക്കെ ഇവിടെ തരും. ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അല്ലേ എന്നൊക്കെ കരുതിയിട്ട് പണം അയക്കും. ഈ ചില സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ ആയിരിക്കും അത് പോവുക. ഇതുകൂടാതെ മൊബൈൽ ഹാക്ക് ചെയ്യുന്ന പരിപാടിയും അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്ന പരിപാടിയും ഒക്കെ ഉണ്ട്. അതായത് ആപത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നു. അതിനോടൊപ്പം ഉള്ള വീഡിയോയും BGM ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരൂ, ഈ ഗ്രൂപ്പിലേക്ക് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. നമ്മൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടെലഗ്രാം ആയിരിക്കാം, വാട്സാപ്പ് ആകാം, ഇതിനകത്തൊക്കെ ഉള്ള ഗ്രൂപ്പുകൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഈ മാൽവെയർസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ഫോണിലേക്ക് വരിക. നമ്മുടെ ഫോണിലെ ഡേറ്റകൾ പോകുന്നു, മറിച്ച് നമ്മുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. ഈ അക്കൗണ്ട് വഴി നമ്മുടെ പണം നഷ്ടപ്പെടും. ഇത് റീസെന്റ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തകളായതാണ്. ഈ ഒരു വയനാട് കേസുമായി ബന്ധപ്പെട്ട് മാത്രം ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കാനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള ഫോർവേഡർ മെസ്സേജുകൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത പോലെ ചില കാര്യങ്ങൾ കൊടുത്തിട്ട് ശേഷമായിരിക്കും അതിനിടയിൽ ലിങ്ക് ഉണ്ടാകുക. അതുമല്ലെങ്കിൽ വോളണ്ടിയർ ആവാൻ താല്പര്യമുള്ളവർ ഫില്ല് ചെയ്യുക എന്ന പേരിലായിരിക്കും ലിങ്ക് അയക്കുക. ആ ലിങ്കില് മാൽവെയറുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലിങ്കിനോടൊപ്പം ചേർന്നിട്ടുള്ള വൈറസ് ലിങ്കിനെ ഓപ്പൺ ചെയ്ത് ഫോണിനെ ഹാക്ക് ചെയ്യും. ഫോണും അതിലുള്ള ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിക്കപ്പെടും. ചില സംഘം ഈ 1 രൂപ ക്യാമ്പയിൻ എന്ന പേരിലൊക്കെയുള്ള ചില മാൽവെയറുകൾ അയക്കാറുണ്ട്. 1 രൂപയല്ലേ എന്ന് കരുതി അതിലേക്ക് പലരും ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ആ 1 രൂപ കൊടുക്കാനുള്ള ശ്രമവും നടത്തും. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ദുരന്ത നിവാരണം എന്ന പേരിൽ ചില ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കും. ആ സന്ദേശവും നമ്പറും വ്യാജമായിരിക്കും. ചിലർക്ക് പണമാണ് ലക്ഷ്യമെങ്കിൽ ചിലർക്ക് ജനങ്ങളെ പരിഭ്രാന്തരാക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് ചില ഇടങ്ങളിൽ നടക്കുന്ന വ്യാജമായ വാർത്തകൾ, ചില ചാനലുകളുടെ ലോഗോയും ഗവൺമെന്റിന്റെ ലോഗോയും ഒക്കെ അല്ലെങ്കിൽ കളക്ടറുടെ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കും. റീസെന്റ് നടന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുൾപൊട്ടാൻ പോകുന്നു, അവിടുത്തെ ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോവേണ്ടതാണ് എന്ന് പറഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. കളക്ടർ കഴിഞ്ഞ ദിവസം അത് തിരുത്തുകയൊക്കെ ചെയ്തായിരുന്നു. ശരിക്കും അവരുടെ ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുതരം മാനസിക ഉന്മാദമാണ്. അതായത് മറ്റുള്ളവർ പരിഭ്രാന്തരായി ടെൻഷൻ അടിച്ച് ആളുകൾ ഇരിക്കുന്നതും അതിനെക്കുറിച്ച് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് അയാൾക്ക് തന്നെ തിരികെ വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദമാണ് അയാളുടെ മുമ്പിൽ കാത്തിരിക്കുന്നത്. ഒരുതരം സൈക്കോ തോട്ട്സ്. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ, ഇത്തരം ലിങ്കുകൾക്ക് വരുന്നതിന് മുമ്പും അതിന്റെ ഒതന്റിസിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രചരിപ്പിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഫേസ്ബുക്കിലേക്കോ വാട്സാപ്പിലേക്കോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കോ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് നമ്മളത് ഫോർവേഡ് ചെയ്ത് മറ്റൊരു ഗ്രൂപ്പിലേക്കോ സുഹൃത്തിനോ അയച്ചു കൊടുക്കുമ്പോൾ അവരും അത് 10 ഗ്രൂപ്പുകളിലേക്ക് അയക്കുന്നത് കരുതുക. നിങ്ങളോടുള്ള വിശ്വാസവും ട്രസ്റ്റും മുഖേനയാണ് എനിക്ക് അയച്ചു തന്ന ആളുടെ ക്രെഡിബിലിറ്റിയും ഒക്കെ ഓർത്തിട്ടായിരിക്കും അവര് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. പലപ്പോഴും അത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി, നിങ്ങളുടെ ഒതന്റിസിറ്റി ഒക്കെയാണ് അവിടെ നഷ്ടപ്പെടുക. അപ്പോ നിങ്ങളോടുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു പോകാൻ ഇതിന് വലിയൊരു കാരണമാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഔദ്യോഗികമായ വെബ്സൈറ്റുകളിൽ
ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണോ, കളക്ടറോ മറ്റാരെങ്കിലും എവിടെയെങ്കിലും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ പോവുക. ലിങ്കുകൾ ജെനുവിൻ ആണോ എന്ന് അറിയാനായിട്ട് ആദ്യം ഇത്തരം സൈറ്റുകളിൽ, നമ്മളുടെ ഒഫീഷ്യൽ സൈറ്റുകളിൽ പോയതിനു ശേഷം മാത്രം അത് ഷെയർ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഫില്ല് ചെയ്യുക. ചില വ്യക്തികൾ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വരും. ചിലപ്പം അവരും കബളിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിരുന്നു. നിഷ്കളങ്കമായി കബളിപ്പിക്കപ്പെട്ടതിന്റെ തണല് പിടിച്ച് നമ്മളും അതിന് പുറകെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വലിയൊരു സ്കാം ആയിരിക്കാം. നഗരസഭയുടെ അറിയിപ്പ്, കളക്ടർ പുറപ്പെടുവിക്കുന്നത്, അസോസിയേഷനുകളുടെ അല്ലെങ്കിൽ ക്ലബിന്റെ, സർക്കാർ മുന്നറിയിപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പല വാർത്തകളും വരുന്നത്. നമ്മൾ ഇപ്പോൾ നടക്കുന്ന പാൻഡമിക്കിലായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ മാനിച്ചുകൊണ്ട് അത്തരം വാർത്തകൾ ഇങ്ങനെ പടപടാന്ന് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ സൈക്കോളജിക്കലി അതിൽ പോയി ക്ലിക്ക് ചെയ്യും. പിന്നീടാണ് അപകടം സംഭവിക്കുക. അതുകൊണ്ട് പരിചിതമില്ലാത്ത ലിങ്കുകൾ വരുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ചിന്തിച്ചിട്ട്, പുറകിലേക്ക് ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 3 ബ്രീത്തിന്റെ ടൈം എടുത്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 1930 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ജനങ്ങളെ ചൂഷണം ചെയ്യാനും ഭയഭ്രാന്തരാക്കാനും ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായാലും മനുഷ്യനായി ജനിച്ചു പോയില്ലേ, പലതും കാണേണ്ടിയിരിക്കണം. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റുകളിലും ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകളിലും ഇൻസ്റ്റാഗ്രാമിന്റെ വെരിഫൈഡ് പേജുകളിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കുറിച്ചിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്ത് മാത്രം പോവാൻ ശ്രമിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പണവും നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിച്ചവർക്ക് ലഭിക്കേണ്ട സഹായവും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത്തരക്കാരുടെ ചതിയിൽ ചെന്ന് പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.